എങ്ങനെയെങ്കിലും മരിക്കാമെന്നുള്ള ഒരു മനസ്സിന് ഇന്നെ വരുവാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഞാൻ താഴെ കിടന്ന് കൊടുന്ന് ഞാനും അങ്ങ് മരിക്കാമെന്ന് പറഞ്ഞു ആ പല പ്രാവശ്യം അങ്ങനെ താഴെ മാറി കിടക്കും. അതാകുമ്പോൾ ഒരു പാമ്പ് കടിച്ച് മരിച്ചാകുമ്പോൾ എനിക്കത് നല്ല സുഖമായൊരു ജോലിയായിരുന്നു. അന്നും ഞാനിപ്പം എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ സുല്ലേട്ടൻ എടുക്കാൻ പറഞ്ഞ് നിനക്ക് പറ്റിയ ജോലിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലടാന്ന് പറഞ്ഞു. അന്നേരം ഇവൻ തലയ്ക്കൊരു അടി അടിച്ച് ആകപ്പാട് ബുദ്ധിമുട്ട് കിടക്കുന്നു. പിന്നെ അവരെയും കൂടെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്നാലും ഇത്രയും ക്രൂരത എന്നെ അറിവി പുള്ളി അടിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല നിങ്ങളെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം. നമ്മൾ അനുഭവിക്കാത്ത കഥകൾ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ഇതെന്റെ വാക്കുകളല്ല, പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിന്റെ വാക്കുകളാണ്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന പുസ്തകം വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പുസ്തകം വായിച്ചതിന് ശേഷവും നമ്മുടെ മനസ്സിൽ തീരാ നോവായി കിടന്ന ഒരു കഥാപാത്രമാണ് നജീബ്. ബി ഗുഡ് SSLC ടീം ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന സ്ഥലത്താണ്. അതായത് ആടുജീവിതത്തിലെ നജീബിന്റെ സ്വന്തം നാട്. നമ്മൾ വായിച്ചറിഞ്ഞതിലും അപ്പുറമാണ് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നജീബിക്കയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം നജീബിക്ക, ഞങ്ങൾ ബി ഗുഡ് SSLC ടീമാണ്. റിയൽ ഹീറോയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. ആടുജീവിതം എന്ന നോവല് വളരെയധികം പ്രസിദ്ധി ആർജിച്ചതാണ്. അതിലൂടെ നജീബിക്ക് എല്ലാവർക്കും അറിയാം, മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ആടുജീവിതത്തിലേക്ക് എഴുതാനിടയായ ബെന്യാമിൻ സാറിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അതായത് നജീബിക്കയ്ക്ക് ബെന്യാമിൻ സാറിനെ കണ്ടുമുട്ടാനൊക്കെ ഇടയായ സാഹചര്യം, നജീബിക്കയുടെ ജീവിത സാഹചര്യമൊക്കെ ബെന്യാമിൻ സാറിനോട് ആരാണ് പറഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയൊക്കെ? ഞാനും ബെന്യാമിൻ സാറുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ പിന്നെ ആടുജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിന്നെ 5 വർഷം പിന്നെ ഇവിടെ ജീവിച്ച് നാട്ടിൽ പിന്നെ ജീവിച്ച് നാട്ടിൽ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയും കൂടെ ഒക്കെ ആയി. ഇപ്പോൾ 2 കുട്ടിയായി. ഞങ്ങൾക്ക് വീടും ഒന്നുമില്ലായിരുന്നു. അന്ന് 5 സെൻറ്റ് സ്ഥലം വിറ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ പോകുന്നത്. അപ്പോൾ അത് ഒരു റിയാൽ പോലും കിട്ടാതെ ഞാൻ തിരിച്ചു വന്ന് പിന്നെ വീടുമില്ല, വസ്തുവില്ല, എല്ലാം പോയി. അങ്ങനെ പിന്നെ രണ്ടാമത് എൻ്റെ ഭാര്യയുടെ ആങ്ങള ബഹ്റൈനിലേക്ക് ഒരു വിസ എടുത്ത് തന്നു. അപ്പോൾ വിസ എടുക്കുമ്പം തന്നെ ഭാര്യ പറഞ്ഞു ഇനി ഗൾഫിലേക്ക് പോകണ്ട, നമുക്കുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് വീടില്ല, വസ്തുവില്ല, പിന്നെ നമ്മൾ ഈ കൂലിപ്പണി ചെയ്ത് ജീവിച്ചു പോകാം, അല്ലാതെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ അത് ഭാര്യയുടെ ആങ്ങളയ്ക്കും അറിയാം വിവരമൊക്കെ. അങ്ങനെ ഭാര്യയുടെ അളിയൻ ബഹ്റൈനിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ഇട്ടുണ്ട്, ഉള്ള ജീവിതമാണ്. പുള്ളിയും വലിയ കടക്കാരനൊക്കെയാണ്. എങ്കിലും നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ബഹ്റൈനിലേക്ക് ഒരു വിസ എടുത്ത് തന്ന്, ആ ഫ്രീ വിസയാണ്. ആ വിസയിൽ ഞാൻ പോയി 2-3 ദിവസം എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ ഞാൻ താമസിച്ച് വന്നപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ സുനിൽ എന്ന് പറയുന്ന ഒരാൾ. സുനിൽ മാവേലിക്കരയുള്ളതാണ്. അപ്പോൾ സുനിൽ ആ കടയിൽ എപ്പോഴും വരും. അളിയൻ്റെ വീട് മുട്ടമാണ്. അങ്ങനെ ഞാനെന്നേരം എൻ്റെ അടുത്ത് ഒരു ദിവസം കൊണ്ട് പരിചയപ്പെടുത്തുന്നു, ഇതുപോലെ മാവേലിക്കരയുള്ള ഇതാണ്. പുള്ളി എടുത്ത് ജോലിയുടെ കാര്യം ചോദിച്ചു നോക്കാൻ പറഞ്ഞ അളിയൻ. അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ സുനിലേട്ടാ, ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് വേറെ ജോലിയൊന്നും ആയിട്ടില്ല, എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ സുനിലേട്ടൻ ഇതൊക്കെ പറഞ്ഞ് നിനക്ക് പറ്റിയ ജോലിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്നേരം പറഞ്ഞ് ഞാൻ ചെയ്ത പോലുള്ള ജോലി ഇവിടെ ആരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞാൽ എന്ത് ജോലിയാണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു. അങ്ങനെയാണ് ഈ കഥയുടെ തുടക്കം വരുന്നത്. ആദ്യമാണ് ഈ കഥയുടെ തുടക്കം വരുന്നത്. അങ്ങനെയാണ് അവിടുന്ന്. അങ്ങനെ ഞാൻ സുനിലിൻ്റെ കൂട്ടുകാരാണ് ബെന്യാമിൻ സാറ്. ബെന്യാമിൻ സാർ ഒരു പ്രവാസികളുടെ കഥ എഴുതാനിങ്ങനെ കാത്തു നടക്കുവാണ്. 5ാമത്തെ 6ാമത്തെ നോവലും കണ്ട ഇത് ഈ ആടുജീവിതം. അപ്പോൾ ഉടനെ തന്നെ 2 ദിവസത്തേക്ക് എനിക്ക് അവിടെ ജോലി ശരിയാക്കി തന്നു. ബെന്യാമിനും സുനിലേട്ടനും ഒരു US നേവി എന്ന് പറയുന്ന അവിടെ US നേവി ഉണ്ട് ബഹ്റൈനിൽ. അതിനകത്താണ് 2 പേരും ജോലി ചെയ്യുന്നത്. 2 പേരും 2 സെക്ഷനാണെങ്കിലും 2 പേരും അതിനകത്ത് തന്നെ.
അപ്പോൾ അതിനകത്ത് എനിക്ക് പറ്റിയൊരു ജോലി അവർ സുനിലേട്ടൻ ശരിയാക്കി തന്നു. അങ്ങനെ പിന്നെ പിറ്റേന്ന് വരെ ഞാൻ ജോലിക്ക് പോകുന്ന ഓരത്ത് ബെന്യാമിൻ സാർ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട് പിന്നെ ഈ കഥകളൊക്കെ ചോദിച്ച് ഒരു തുടക്കം മുതലുള്ള കഥ അന്നന്ന് എൻ്റെ പുറകെ ഞാൻ അവിടെ എനിക്കത് നല്ല സുഖമായൊരു ജോലിയായിരുന്നു. പിന്നെ അന്നും ഞാനിപ്പോൾ സുനിലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാനന്ന് അവിടെ ചെല്ലുമ്പോൾ ആ ജോലി കണ്ടപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയവളുടെ ജോലിയാണ് ഈ അവിടുത്തെ അപേക്ഷിച്ച് എനിക്കിത് സ്വർഗം കിട്ടിയ ജോലിയാണ്. കാരണം ഈ അവിടെ US നേവിക്കാർ കുടിച്ചു വിടുന്ന പ്ലാസ്റ്റിക്, അലൂമിനിയം അതൊക്കെ ബിന്നുണ്ട്. അതെടുത്തിട്ട് അത് കളക്ട് ചെയ്തിട്ട് വേറെ കവർ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ പെറുക്കെടുക്കുന്ന ജോലിയാണ്. ഒരു ആക്രിപ്പണി പോലുള്ള ഒരു പണി, പക്ഷെ എന്നാലും എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു പണി. അങ്ങനെ അത് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ പുറകെ പുള്ളി ഇങ്ങനെ നടന്നതാണ് ഈ കഥ. ഓരോ ദിവസം കുറേശ്ശെ ഇങ്ങനെ ചോദിച്ച് അവിടെ ഇങ്ങനെ ആയിരുന്നു, അവിടെ ഇതായിരുന്നു, അങ്ങനെ ചോദിച്ചാണ് ഈ കഥ എഴുതുന്നത്. അങ്ങനെ പിന്നെ 8 മാസത്തിന് മേളിൽ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നാണ് ഈ കഥ എഴുതുന്നത്. അങ്ങനെയാണ് ഈ കഥ ഈ ബുക്കിലേക്ക് വരുന്നത്. ഈ പുസ്തകം പിന്നെ കഥ വായിച്ച് അങ്ങനെ പുസ്തകം ഇറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തുമ്പോൾ എന്നെ വിളിച്ചാണ് ആദ്യം ഒരു പുസ്തകം തരുന്നത്. ഒരു പരിപാടി സ്ഥലത്ത് വെച്ചാണ് എനിക്ക് ബുക്ക് ആദ്യമായിട്ട് എൻ്റെ ഈ നോവലിൻ്റെ ആദ്യത്തെ ബുക്ക് എനിക്കാണ് തരുന്നത്, ആടുജീവിതം എന്ന ബുക്ക്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ച് എല്ലാം ഇതാക്കിയിട്ട് പിന്നെ വായിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു 8 ദിവസം. വീട്ടിലുള്ള അതെ അങ്ങനെ അവരും വായിക്കുന്നത്. അവരന്നേരം ഈ കത്ത് വായിക്കുമ്പോഴാണ് ഈ ക്രൂരതകളൊക്കെ അറിയുന്നത്. അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളാ വിഷമിച്ച് അകപ്പാട് ബുദ്ധിമുട്ട് കിടക്കുന്നത്, പിന്നെ അവരെയും കൂടെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ എനിക്കിങ്ങനെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്നാലും ഇത്രയും ക്രൂരത എന്നെ അറിവി പുള്ളി അടിച്ച കാര്യമോ ഒന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ അർബാബിൻ്റെ കൂടെയും ആടുകളുടെ കൂടെയൊക്കെ ആയിരുന്നു കുറേ നാൾ, 2-2.5 വർഷത്തോളം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം അതെങ്ങനെയാണ് ഇത്രയും? കാരണം ആ വിശ്വാസം എനിക്ക് വരാൻ കാരണം ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള ഒരേ ദിവസം മനസ്സിനങ്ങനെ ഇട്ട് അലട്ടുവാണ് എൻ്റെ മനസ്സിട്ടെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഏതെങ്കിലും അവസരത്തെ പ്രസവിച്ചാലും ഇവിടുന്ന് അങ്ങനെ രക്ഷപ്പെട്ട് പോകാൻ ഞാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുവാണ്. അങ്ങനെ രക്ഷപ്പെടുത്തി എൻ്റെ വീട്ടിൽ എന്നെ എല്ലാവരെയും ഒന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ എന്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു രക്ഷയില്ല. ഇവൻ്റെ പീഡനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ അടുത്ത് എങ്ങനെയെങ്കിലും മരിക്കാമെന്നുള്ള ഒരു മനസ്സിൻ്റെ ഇങ്ങനെ വരുവാണ്. മരിക്കാൻ വരെ മനസ്സിൽ അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം പോയി, അങ്ങനെ തന്നെ വിശ്വസിച്ചു പോയി. കാരണം ആരുമില്ല, ഞാനും ഈ ആയിട്ടുള്ള ഒരു ജീവിതമായിപ്പോയി. അപ്പോൾ ഇയാൾ അതിനകത്തിരിപ്പുണ്ട്, അയാൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് രക്ഷപ്പെടാനും പറ്റുന്നുമില്ല. അഥവാ അയാൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മറ്റേ പുള്ളി അവിടെ വന്നിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരാൾ അവിടെ കാണും. 2 പേരൂടെ പോവുകയാണെങ്കിൽ ചാടിപ്പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാരുണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ചു കളഞ്ഞാൽ കൊന്നു കളയും. ഇപ്പോൾ ഞാനവിടെ വന്നതായിട്ട് ഇവർക്ക് ആർക്കും അറിയില്ല, അവിടെ ഇവൻ്റെ പിടിയിലാണെന്നുള്ള ഒരു സംഭവം ആർക്കും അറിയില്ലല്ലോ. ഞങ്ങളുടെ ബന്ധുക്കൾക്കും അറിയത്തില്ല. ബന്ധുക്കളൊക്കെ ഒരുപാട് മരുഭൂമിയിലൊക്കെ തിരക്കി ചെന്നായിരുന്നു, അപ്പോഴൊന്നും കണ്ടുകിട്ടിയില്ല. ഇവിടെ നിന്നൊക്കെ നാട്ടിൽ നിന്ന് ഇതുപോലെ വിളിച്ച് പറഞ്ഞ് ഇതുവരെ ഒരു വിവരവും ഇല്ല. അവിടെ നിന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ബോംബെയിൽ നിന്ന് കയറുമ്പോഴേ എൻ്റെ അപ്പുറത്ത് വീട്ടിലുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകാൻ. അവൻ വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം ഞാനവിടെ ഇറങ്ങിയതായിട്ട് ഇവൻ അറിയാമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു വിവരം അറിയുന്നത്. അതുവരെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. അതുപോലെ ഇവിടെ എല്ലാവരും അവിടെയുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവരെല്ലാം ഒരേ സ്ഥലത്തൊക്കെ പോയി തപ്പിയിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ അവർ തിരിച്ചു പോയി. ലാസ്റ്റ് നമ്മൾ അനുഭവിക്കാനുള്ള അവിടെ കിടന്ന് അനുഭവിച്ചു. വളരെയധികം ബുദ്ധിമുട്ടി, നല്ലപോലെ ബുദ്ധിമുട്ടി. നമ്മൾ ഈ നോവലിൽ കാണുന്നതിലും സിനിമയിൽ ആ എഴുത്തിനെക്കാട്ടിയും നമ്മൾ ബുദ്ധിമുട്ടി. അത് ഇങ്ങനെ കണ്ടിരുന്നു, പുസ്തകത്തിനേക്കാൾ അപ്പുറമാണ് നജീബിക്ക് അനുഭവിച്ചതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പീഡനങ്ങളും ആടിൻ്റെ പീഡനവും അവരുടെ ആടെ പീഡനവും എല്ലാം കൊണ്ടും ഒരു അപാര ജീവിതം. എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ. അത് വായിക്കുമ്പോൾ, നോവൽ വായിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണിൽ കൂടി കണ്ണുനീര് പോകുന്നുണ്ട്. അത് വായിച്ചാൽ കണ്ണുനീര് വരും. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ആടിനെ ഈ പാമ്പ് കടിച്ച് കൊല്ലും. ഒരു ഭയങ്കര വിഷമുള്ള പാല്. അത് യാഥാർത്ഥ്യമാണ് അത്. കാരണം ഞാൻ 2-3 കൊന്നിട്ടുണ്ട്. കാരണം ഈ രാത്രി സമയത്ത്
ഈ ജീപ്പുണ്ട്, മരുഭൂമി കിടക്കുന്ന ജീപ്പ്, അതിനകത്തുകൂടി ഇവൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ ലൈറ്റ് ഇട്ട് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഉണ്ടെങ്കിൽ 2-3 എണ്ണത്തിന് അങ്ങനെ 2-3 ദിവസമായിട്ട് വന്നു. അങ്ങനെ ആ ഒരു ബോധ്യം എൻ്റെ പാമ്പുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ചില ദിവസമൊക്കെ ചില ആളുകളൊക്കെ ചത്തു കിടക്കും. പിന്നെ അതിനെ കൊണ്ടുപോയി നമ്മളെ തന്നെ കൊല്ലാൻ ചെയ്യണം, കുഴിച്ചുകയൊക്കെ ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ താഴെ കിടന്ന് കൊടുന്ന് ഞാനും അങ്ങ് മരിക്കാമെന്ന് പറഞ്ഞു ആ പല പ്രാവശ്യം അങ്ങനെ താഴെ മാറി കിടക്കും. അതാകുമ്പോൾ ഒരു പാമ്പ് കടിച്ച് മരിച്ചാകുമ്പോൾ ആരും ഇത് ആത്മഹത്യയൊന്നും അല്ലല്ലോ. അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു. കാരണം എൻ്റെ ആ നാട്ടിൽ ഞാൻ വരുമ്പോൾ എൻ്റെ പാപ്പായ്ക്കൊക്കെ സുഖമില്ലായിരിക്കുമായിരുന്നു. പാപ്പായ്ക്ക് ആദ്യം പിടിച്ച് എന്തായി കാണും എന്നൊക്കെയുള്ള മനസ്സിനായിട്ട് അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും തോറും. വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുവാണ്. കുഞ്ഞിനെ അതെന്താ ഏതായെന്ന് ഒന്നാമത് ഇപ്പോൾ തന്നെ കാട്ടി എനിക്ക് നല്ല ടെൻഷൻ കൂടെ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള ചിന്തയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ, അന്നത്തെ കാലത്ത് വിവരങ്ങൾ അറിയാൻ ഒരു മാർഗവും അന്ന് ടെലഫോണില്ല, ഒരു കത്തയക്കണമെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമായിരുന്നു അന്നത്തെ. ഇന്നിപ്പോൾ പോകുന്നവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇന്ന് എല്ലാ ഫോണും മറ്റു സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യാവുന്ന രീതിയിലാണ്. സുഖമായ ജീവിതമാണ് ഇപ്പോൾ എവിടെ പോയാലും. അന്നത്തെ ഒരു അവസ്ഥ ഇന്നത്തെ ഗൾഫ് ജീവിതമല്ല. അല്ലല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ 90% മാറി. ആ പുസ്തകം വായിച്ചപ്പോൾ നമ്മളിങ്ങനെ കണ്ടായിരുന്നു കഥയുടെ അവസാനം വീണ്ടും അർബാബിനെ ജയിലിൽ വെച്ച് കണ്ടുമുട്ടുന്നതായിട്ട്. അപ്പൊ മനസ്സിൽ വന്നൊരു ചിന്തകൾ എന്തായാലും വീണ്ടും ആഴ്ച 2 ദിവസം ജയിലിൽ നിന്ന് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തും. എന്നിട്ട് നമ്മൾ വലിയ കുറ്റം ചെയ്തവരല്ലല്ലോ, കുറ്റം ചെയ്യാത്ത അവരെ വേറെ സെക്ഷനാണ്. നമ്മളിതുപോലെ പാസ്പോർട്ട് ഇല്ലാതെ കയറി വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ സെക്ഷനാണ്. അപ്പം നമ്മളിങ്ങനെ നിരപ്പിൽ നിർത്തിയിട്ട് പിന്നെ ഈ അറബികളൊക്കെ ഇവിടെ ചാടിപ്പോയ അറബികളെല്ലാം വന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ 2 ദിവസത്തെ ഇതുണ്ട് അവർക്കൊന്ന് നോക്കാനുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരുടെ മുഖത്തോട് ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമ്മുടെ അടിമുടി കടന്ന് വിറയ്ക്കുവാണ്. പോകാന്നുള്ള എപ്പോഴാണോ അന്നത്തെ അത് എനിക്കത് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. ഇയാൾ വന്ന് കണ്ടുമുട്ടി വിട്ടുപോയാൽ പിന്നെ തീർന്നല്ലോ, ജീവിതം തീർന്നല്ലോ. അതെ സത്യമാത്. അങ്ങനെ എൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുകയാണ് അത്. അങ്ങനെ ഇയാളെ കണ്ടപ്പോൾ അപ്പോഴിയാളിങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ മൊട്ടയടിച്ച് എൻ്റെ ദൈവം മാറി കേട്ടാ, മാറ്റം വന്നു. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ വലിയ വികൃത രൂപമൊക്കെ ഇത് മുടിയൊക്കെ വളർത്തിയിരിക്കുമല്ലായിരുന്നു. മറ്റേ ജയിലിലോട്ട് ചെല്ലുമ്പോൾ മൊട്ടയടിക്കും. അന്നേരം മൊട്ടയടിച്ച് അവർ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണോ ഇവൻ കാണാതെ പോയത്, അതാ ഇവൻ്റെ ആളല്ലാത്തതുകൊണ്ടാണോ പോയെന്നാണ് എനിക്ക് ഇപ്പോഴും അതിൻ്റെ അകത്തുള്ള ഇത്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു കഴിവാണ് അത് അവനെ മാറ്റിക്കളഞ്ഞത്. അല്ല, ആ ഒരു ബുക്കിൽ പറയുന്നുണ്ടല്ലോ ഈ അർബാബ് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാവാതെ അർബാബ് പോയതുപോലെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോ അർബാബിനെ പുള്ളിയുടെ ഇക്കയുടെ വിസ ഇല്ലാത്തത് കൊണ്ടാണ് പോയതായിട്ട് ഇങ്ങനെ ഒരു ലൈൻ അതിന്റെ അകത്ത്. അതെ പറയുന്നുണ്ട്. എന്റെ വിസക്കാരൻ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അയാൾ നോക്കിയിട്ട് പോയത്. അതാണ് അങ്ങനെ സംഭവിച്ചത്. അതെ. ഈ നോവലിലും അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിലൊക്കെ വരാത്ത ഏതെങ്കിലും ദുരനുഭവങ്ങളൊക്കെ അവിടെ വെച്ച് നടന്നിട്ടുണ്ടോ? അതായത് നോവലിൽ പ്രതിപാദിക്കാത്ത എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ? നോവലിൽ പറയുന്നത് ഒരുപാട് കാരണം വേണ്ട. ഞാനിപ്പോൾ ഇതിനെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കരമായ കാറ്റ് വന്നിട്ട് എന്നെയും കൂടെ പറത്തിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ഭീകര കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും അത്രയും ഇതൊന്നും എഴുതിയിട്ടില്ല. ഇല്ല. പിന്നെ ആട് എവിടെ ഒന്നും കാണാൻ പോലും ഏത് ഭാഗത്താണെങ്കിൽ അങ്ങനെയൊക്കെ. ആ കാറ്റാണെങ്കിൽ 2 ദിവസത്തോളം നിൽക്കുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓടി ഒരു ലക്ഷ്യം വെച്ച് ഇവൻ്റെ അടുക്ക ചെന്നു. എന്നിട്ട് ഇതുപോലെ അവൻ വണ്ടിയായിട്ട് വന്ന് അങ്ങനെ പിന്നെ ആടിനെ എല്ലാം കൊണ്ട് ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയുണ്ട്, അതിനകത്ത് കയറ്റി മരുഭൂമി കൂടെ പോകുന്ന കുറച്ച് പിടിച്ച് കയറ്റിക്കൊണ്ടാ പിന്നെ പോകേണ്ടി വന്നത്. ഈ കിടക്കാൻ പോലും റൂമും കാര്യങ്ങളും ഒന്നുമില്ല. വെളിക്കാനാണ് കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഷെഡ് ഇങ്ങനെ പല കടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിനകത്താണ് ഈ വെയിലത്തൊക്കെ പോയി അതിനകത്ത് പോയി ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ചൂടാ. ഈ കടൽ കാറ്റും മണലും ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി ആയതുകൊണ്ട് കാറ്റുണ്ട് ഒരു വിധം. അതുകൊണ്ട് രാത്രി ഇച്ചിരി ഉറങ്ങാൻ കുഴപ്പമില്ല. പക്ഷേ പകല് പണിക്ക് ഭയങ്കര ചൂടാ. അത് തിളച്ച് കിടക്കുകയല്ലേ മണ്ണ്, ഈ പൊടി മണ്ണ്, വെറും പൊടി മണ്ണാണ്. പിന്നെ നമ്മള് രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അവിടുന്ന് രക്ഷപ്പെട്ട്
തിരിഞ്ഞോടിയ ഒരു സംഭവം. ആ സംഭവത്തിൽ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ ഭക്ഷണമില്ല, വെള്ളമില്ല, യാതൊരുവിധ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ആ യാത്ര, ആ രക്ഷപ്പെടൽ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ, പിന്നെ ആ സമയം കുഞ്ഞിക്കയുടെ അടുത്ത് എത്തിയതിനു ശേഷം അങ്ങേക്കുണ്ടായ ആശ്വാസം, അതുപോലെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിനെയൊക്കെ കുറിച്ചൊന്നും. എനിക്ക് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കുഞ്ഞിക്ക എന്ന് പറയുന്ന കുഞ്ഞിക്ക അല്ല, ഒരാളാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ പോയത്, അവിടുന്ന് പോയത്. അപ്പോഴേ 1.5 ദിവസം ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരാൾ, അത് ഇതിനകത്ത് പേരിട്ടേക്കുന്നതാണ്. പിന്നെ എന്ത് പേരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാണ്. അങ്ങനെ 1.5 ദിവസം ഓടിയാണ് റോഡ് കാണുന്നത്. അങ്ങനെ ആണ് 5 റിയാൽ ആദ്യമായിട്ട് ഞാൻ ഈ പുള്ളി വന്ന് കാണുന്നത്. അത്രയും നാളും 1 റിയാൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് ഈ അറബി അവിടെ നിന്ന് ശമ്പളവും എനിക്ക് നാട്ടിലേക്ക് കത്തയക്കാൻ ഒരു അവസരം തന്ന് ഫോണും ഒക്കെ ചെയ്യാൻ ഒരു അവസരം തരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലെ ആ ബുദ്ധിമുട്ട് ഓർത്ത് ഞാൻ നിൽക്കുമായിരുന്നു, ഏത് കഷ്ടപ്പെട്ടാണെങ്കിൽ. ഇത്രയും നാളും വീട്ടിലേക്ക് ഇതുപോലെ ഒരു പൈസയും ക്യാഷും ഒന്നും അയച്ചു കൊടുക്കാതെ അവരെങ്ങനെ ജീവിച്ചു, മുന്നോട്ട് എങ്ങനെ തരണം ചെയ്തു? മുന്നോട്ട് തരണം ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും ബാപ്പ ഉണ്ടെന്ന് ഉണ്ട്, ജ്യേഷ്ഠനും എല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുവാണ്. ഓ ശരി. അതുകൊണ്ട് അന്നത്തെ ആ എന്തോന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അന്ന് ഭാര്യ ഗർഭിണിയായിട്ട് നിൽക്കുകയാണ്, വലിയ ചിലവൊക്കെ അല്ലേ. അപ്പം എൻ്റെ സംബന്ധ വീട്ടുകാർക്ക് ഇച്ചിരി ഇതുള്ളവരായതുകൊണ്ട് അവരായിട്ട് തന്നെ ഇതെല്ലാം തരണം ചെയ്തു പോയി. ചെന്ന സമയത്ത് ഭാഷ ഒട്ടും അറിയില്ലല്ലോ, കാരണം ഒട്ടും അറിയാത്തൊരു ഭാഷ. പിന്നീട് അത് ഓക്കെ ആയി വന്നോ? പിന്നെ ഒരു ഇത് ഓക്കെ ആയിട്ട് വന്നു. കാരണം ആദ്യം ഞാൻ അവിടെ ചെന്ന് ഇതിനെ കണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്താണ് നമുക്ക് ഇങ്ങനെ കരഞ്ഞ് എനിക്ക് കരച്ചിലേ ഉള്ളൂ. കാരണം ഞാൻ പെട്ടുപോയി, എനിക്ക് എൻ്റെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെയുള്ള ചിന്ത എന്നെ മനസ്സിലായിട്ട് ഞാൻ പാവിട്ട് കരയുക. ഇത് കരയുന്നതുകൊണ്ട് അവന് ദേഷ്യം കയറുക ഈ അറപ്പിച്ച്. അങ്ങനെ കരഞ്ഞ് ഒരേ ഇങ്ങനെ ഭയമായിട്ട് കഴിഞ്ഞപ്പോൾ കൂടാന്നൊക്കെ ഏതാണ്ട് ഇങ്ങനെ ആദ്യമൊക്കെ അറബിയിൽ ഇങ്ങനെ പറയും. അന്നേരം എനിക്ക് ഭാഷകളെ പറ്റി എന്തൊരു ഭാഷകളായിരിക്കും ഈ പറയുന്നത്. നല്ല വാക്കൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അതൊന്നും എനിക്ക് അന്നറിയില്ലായിരുന്നു. പിന്നെ ഈ ആടിനെ പിഴിയാൻ പറയും. അപ്പോൾ ആടിനെ പിഴിയാൻ പറഞ്ഞപ്പോഴേ പിന്നെ ഞാൻ ആദ്യം പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആടിനെ കണ്ടിട്ടേ ഉള്ളൂ, ആടിനെ പിഴിഞ്ഞിട്ട് വന്നില്ല. അങ്ങനെ അവൻ ആദ്യം അതൊക്കെ പുറത്തുകൊണ്ട് എൻ്റെ ഇത് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പിഴിച്ച്. എന്നാലും ദേഷ്യം അറിയാം, തട്ടിപ്പറിച്ച് മേടിക്കുമ്പോൾ അവൻ്റെ ദേഷ്യമാണെന്ന് എനിക്കറിയാം. മേടിച്ചിട്ട് അവൻ പിന്നെ പിഴിഞ്ഞ് ഒരു ചെറിയ ഇത്രയുള്ള ഈ മണ്ണെണ്ണയുടെ ഒരു സ്റ്റൗ ഉണ്ട്, അതിനകത്ത് വെച്ച് കാച്ചി ചൂടാക്കുക. കാച്ചലൊന്നും ഇല്ലെന്ന് ചൂടാക്കുക, കുടിക്കുക. ഇതാണ് അവിടുത്തെ ഇയാടെ ഭക്ഷണത്തിനകത്ത് ഒന്ന് ഇതാണ് പാല്. അപ്പോൾ എനിക്ക് ഇച്ചിരി പാല് തന്നു. പക്ഷേ മൂക്ക് നമ്മൾ ഇവിടം വരെ കൊണ്ടുപോകാൻ പറ്റാത്ത ആ അവസ്ഥയിലുള്ള സ്മെല്ലാണ് ഈ ആടില്ലേ, ചെമ്മരിയാടല്ലേ, അതിൻ്റെ ആ സ്മെല്ല്. അപ്പോൾ ഞാനത് എനിക്ക് തന്നത് അന്നേരം ഞാനത് കമത്തിയാൽ ഞാൻ കളഞ്ഞു. അങ്ങനെ 2ാമത്തെ ദിവസം പാല് പിഴിഞ്ഞപ്പോഴും മരുന്നില്ല. അന്നേരം ഇവൻ തലയ്ക്കൊരു അടി അടിച്ച്. ആദ്യത്തെ അടി അങ്ങനെ അന്നേരം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇനി അടി കിട്ടുമെന്ന് ഉറപ്പായി.